ഓൺ റോഡ് പ്രൈസിൽ എടുക്കാൻ സാധിക്കുന്ന വാഹനങ്ങൾ ഏതല്ല 4 ലക്ഷം രൂപയ്ക്കും 5 ലക്ഷം രൂപയ്ക്ക് അകത്ത്. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് ജി. ഇന്നിപ്പോൾ ഞാൻ പറയാൻ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 10 ലക്ഷം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്ന, അത് ഓൺ റോഡ് പ്രൈസിൽ എടുക്കാൻ സാധിക്കുന്ന വാഹനങ്ങൾ ഏതെല്ലാം, അതിൻ്റെ കൃത്യമായിട്ടുള്ള പ്രൈസ് എത്ര, ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം പലരുടെയും മനസ്സിൽ വരുന്നൊരു സംശയമാണ്, ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഇത്ര റേറ്റിന് താഴെയുള്ള വാഹനം കിട്ടുമോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയം വെച്ചുകൊണ്ട് ഇനി ആരും ഷോറൂമിൽ ചെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. വളരെ കൃത്യമായിട്ട് അതിൻ്റെ പ്രൈസ് ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. അതായത് 10 ലക്ഷം രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്ന കാറുകൾ ഏതെല്ലാം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഫുള്ള് കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ജസ്റ്റ് ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MJ Tech Explorer. ഓക്കെ, അപ്പം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേലിൽ നിന്നും താഴോട്ട് വരാം. അതായത് ഏറ്റവും ടോപ്പ് റേഞ്ചിൽ നിന്നും താഴോട്ട്, അതായത് ഏകദേശം ഒരു 10 ലക്ഷത്തിനും 9 ലക്ഷത്തിനും അകത്ത് നിൽക്കുന്ന റേഞ്ചിനകത്ത് കിട്ടുന്ന വാഹനങ്ങൾ ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനുശേഷം 8 ലക്ഷം രൂപയ്ക്കും 9 ലക്ഷം രൂപയ്ക്കകത്ത് നിൽക്കുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അങ്ങനെ ഒരു ഓർഡറിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ട കാറ്റഗറി ഏതാണെന്നുള്ളത് നോക്കി നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ആദ്യം തന്നെ 10 ലക്ഷത്തിലും 9 ലക്ഷം രൂപയ്ക്കകത്ത് നിൽക്കുന്ന വാഹനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ സിട്രോണിൻ്റെ എയർ ക്രോസ് നമുക്ക് കിട്ടും. 10 ലക്ഷം രൂപ, കൃത്യം 10 ലക്ഷം രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതായിരിക്കും. ചെറിയ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇതിനല്ലാതെ കൂടുതൽ നിങ്ങൾക്ക് വേറെ കിട്ടുന്നതാണ്. എന്നാലും 10 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് സിട്രോണിൻ്റെ എയർ ക്രോസ് കിട്ടും. രണ്ടാമത് നിൽക്കുന്ന ഒരു വാഹനമാണ്, അതായത് ആ ഒരു റേഞ്ചിൽ തന്നെ നിൽക്കുന്ന ഒരു വാഹനമാണ് സിട്രോണിൻ്റെ ബസാൾട്ട് എന്ന് പറയുന്ന വാഹനം. ബസാൾട്ടിന് ഏകദേശം 9,81,000 രൂപ, 9,81,000 റുപ്പീസാണ് അതിന് ഓൺ റോഡ് പ്രൈസ്. പിന്നെ നമുക്ക് എടുക്കാൻ സാധിക്കുന്ന ഒരു വാഹനമാണ് ബ്രസ. 9,86,000 രൂപയ്ക്ക് നമുക്ക് ബ്രസ ഓൺ റോഡ് പ്രൈസിന് കിട്ടുന്നതായിരിക്കും. അടുത്ത് വരുന്ന കിയ സിറോസ് എന്ന് പറയുന്ന വാഹനമാണ്. 9,70,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസിന് സിറോസ് എടുക്കാൻ സാധിക്കും. അടുത്ത് വരുന്ന മഹീന്ദ്രയുടെ ബൊലേറോ ആണ്. 9,45,000 രൂപയ്ക്ക് ഓൺ റോഡ് പ്രൈസ് കിട്ടുന്നുണ്ട്. ഞാൻ ഈ പറയുന്ന എല്ലാം ബേസ് വേരിയന്റിന്റെ ആണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഒരു ടോപ്പ് വേരിയന്റ് വെച്ച് നിങ്ങൾ ഇത് കമ്പയർ ചെയ്യരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 10 ലക്ഷം രൂപയ്ക്ക് അകത്ത് കിട്ടുന്ന വാഹനങ്ങൾ, അതായത് ഓൺ റോഡ് പ്രൈസിന് കിട്ടുന്ന വാഹനങ്ങൾ ഞാൻ ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നത്. അടുത്ത് വരുന്ന സ്കോഡ കൈലാക്ക് ആണ്. സ്കോഡ കൈലാക്ക് നിങ്ങൾക്ക് 9,22,000 രൂപയ്ക്ക് കിട്ടുന്നതാണ്. അടുത്ത് വരുന്നത് ടൈസർ ആണ്. ടൊയോട്ടയുടെ ടൈസർ എന്ന് പറയുന്ന വാഹനം, അഥവാ നമ്മുടെ ഫ്രോങ്സ് തന്നെയാണ്. ടൈസർ എന്ന് പറയുന്ന വാഹനം നിങ്ങൾക്ക് 9,19,000 രൂപയ്ക്ക് ഓൺ റോഡ് പ്രൈസ് കിട്ടുന്നതാണ്. അടുത്ത് വരുന്ന കിയ സോണറ്റ് ആണ്. 9,13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസ് കിട്ടും. അപ്പോൾ ഇത്രയും വാഹനങ്ങളാണ് ഏകദേശം ഒരു 9 തൊട്ട് 10 ലക്ഷം രൂപയ്ക്ക് അകത്ത് നിൽക്കുന്ന വാഹനങ്ങൾ എന്ന് പറയാൻ സാധിക്കുന്നത്. ഇനി അടുത്ത കാറ്റഗറി നമുക്ക് നോക്കാം. 8 ലക്ഷം തൊട്ട് 9 ലക്ഷം രൂപയ്ക്ക് അകത്ത് നിൽക്കുന്ന വാഹനങ്ങൾ ഏതെല്ലാമെന്ന്. ടാറ്റ ടിയാഗോ EV നിങ്ങൾക്ക് 8,98,000 രൂപയ്ക്ക് ഓൺ റോഡ് പ്രൈസ് കിട്ടുന്നതാണ്. അടുത്ത് വരുന്ന മഹീന്ദ്ര XUV 3XO ആണ്. 8,65,000 രൂപയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരും. അടുത്ത് വരുന്ന ഹോണ്ട അമേസ് ആണ്. 8,87,000 രൂപ ഓൺ റോഡ് പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം കിട്ടുന്നതാണ്. അടുത്ത് വരുന്ന നെക്സോൺ ആണ്. 8,59,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഓൺ റോഡ് പ്രൈസിൽ കിട്ടും. അടുത്ത് വരുന്ന ഹുണ്ടായുടെ വെന്യൂ ആണ്. 8,60,000 രൂപയ്ക്ക് ഓൺ റോഡ് പ്രൈസിൽ നിങ്ങൾക്ക് ഈ വാഹനം കിട്ടുന്നതാണ്. അടുത്ത് വരുന്നത് MG കോമറ്റ് ആണ്. MG കോമറ്റ് EV വാഹനമാണ്. 8,20,000 രൂപ ഓൺ റോഡ് പ്രൈസിന് നിങ്ങൾക്ക് ഈ വാഹനം കിട്ടുന്നതാണ്. അടുത്ത് വരുന്നത് ഗ്ലാൻസ ആണ്. ഗ്ലാൻസ 8,24,000 രൂപയ്ക്ക് ഓൺ റോഡ് പ്രൈസിന് കിട്ടുന്നതാണ്. അടുത്ത് വരുന്നത് ഫ്രോങ്സ് ആണ്. ഫ്രോങ്സ് 8,20,000 രൂപ ഓൺ റോഡ് പ്രൈസിന് കിട്ടുന്നതാണ്. ലാസ്റ്റ് ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന ഹുണ്ടായി i20 ആണ്. 8,12,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു മോഡൽ കിട്ടുന്നതാണ്. ഇനി നമുക്ക് 7 ലക്ഷം തൊട്ട് 8 ലക്ഷത്തിനകത്ത് കിട്ടുന്ന വാഹനങ്ങളൊന്ന് നോക്കാം. അതിൽ ആദ്യം തന്നെ വരുന്നത് ഡിസയർ ആണ്. മാരുതി സുസുക്കിയുടെ ഡിസയർ ആണ്. 7,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഓൺ റോഡ് പ്രൈസിന് കിട്ടുന്നതാണ്. അടുത്ത് വരുന്ന ടാറ്റ ആൾട്രോസ് ആണ്. 7,47,000 രൂപയ്ക്ക് ഓൺ റോഡ് പ്രൈസിന് കിട്ടുന്നതാണ്. അടുത്ത് വരുന്നത് ബലീനോ ആണ്. മാരുതി സുസുക്കിയുടെ ബലീനോ ആണ്. 7,19,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസിന് കിട്ടുന്നതാണ്. അടുത്ത് വരുന്നത് റെനോൾട്ടിന്റെ കൈഗർ എന്ന് പറയുന്ന വാഹനമാണ്. 7,15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസ് കിട്ടും. അതേ സെയിം റേഞ്ചിൽ തന്നെ നിങ്ങൾക്ക് ട്രൈബറും കിട്ടുന്നതാണ്. 7,15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ആ ഒരു മോഡലും കിട്ടുന്നതാണ്. അടുത്ത് വരുന്ന ഹുണ്ടയുടെ ഓറ എന്ന് പറയുന്ന വാഹനമാണ്. 7,10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡിൽ പ്രൈസിൽ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഒരു 6 ലക്ഷം തൊട്ട് 7 ലക്ഷത്തിനകത്ത് നിൽക്കുന്ന കാറ്റഗറി ഒന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നിൽക്കുന്നത് നമ്മുടെ മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റ് ആണ്. 6,95,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസിന്
കിട്ടുന്നതാണ്. അടുത്ത് വരുന്ന ഹുണ്ടായുടെ എക്സ്ട്ര ആണ്. 6,75,000 രൂപയ്ക്ക് എക്സ്ട്ര നമുക്ക് ഓൺ റോഡ് കിട്ടുന്നതാണ്. അടുത്ത് വരുന്ന ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ആണ്. 6,53,000 രൂപയ്ക്ക് ഓൺ റോഡ് പ്രൈസിൽ കിട്ടുന്നുണ്ട്. അടുത്ത് വരുന്ന ടാറ്റ ടിഗോർ ആണ്. 6,51,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം കിട്ടുന്നതാണ്. അടുത്ത് വരുന്നത് ടാറ്റ പഞ്ച് ആണ്. 6,50,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം ഓൺ റോഡ് പ്രൈസിന് കിട്ടുന്നതാണ്. അടുത്ത് വരുന്നത് ഇഗ്നിസ് ആണ്. 6,44,000 രൂപയ്ക്ക് നിങ്ങൾക്ക് മാരുതി ഇഗ്നിസ് കിട്ടുന്നതാണ്. അടുത്ത് വരുന്നത് മാരുതിയുടെ ഈക്കോയാണ്. 6,22,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഓൺ റോഡിൽ ഇറക്കാൻ സാധിക്കും. അടുത്ത് വരുന്നത് നിസാൻ മാഗ്നൈറ്റ് ആണ്. 6,74,000 രൂപയാണ് ഈ ഒരു വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു 6 ലക്ഷം തൊട്ട് 7 ലക്ഷം റേഞ്ചിനകത്ത് നിൽക്കുന്നത്. അടുത്ത് നമുക്ക് 5 ലക്ഷം തൊട്ട് 6 ലക്ഷത്തിനകത്ത് നോക്കിയാലോ. അതിൽ ആദ്യം തന്നെ വരുന്ന സിട്രോൺ C3 എന്ന് പറയുന്ന മോഡലാണ്. 5,96,000 രൂപ ഓൺ റോഡ് പ്രൈസിൽ ഈ വാഹനം ഇറങ്ങുന്നതായിരിക്കും. തൊട്ട് താഴെ തന്നെ വരുന്ന വാഗണാർ ആണ്. 5,80,000 രൂപ ഓൺ റോഡ് പ്രൈസിൽ കിട്ടുന്നതാണ്. അതിന്റെ അടുത്ത് സെലീറിയോ വരുന്നുണ്ട്. 5,47,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസിൽ കിട്ടുന്നതാണ്. അടുത്ത് വരുന്നത് ടാറ്റ ടിയാഗോ ആണ്. 5,31,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഓൺ റോഡ് പ്രൈസിൽ ഇറക്കാൻ സാധിക്കും. അടുത്ത് വരുന്നത് കിഡ് ആണ്. റെനോൾട്ടിന്റെ കിഡ് ആണ്. 5,80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത് ഓൺ റോഡ് കിട്ടുന്നതാണ്. അടുത്ത് വരുന്നത് 4 ലക്ഷം രൂപയ്ക്കും 5 ലക്ഷം രൂപയ്ക്ക് അകത്ത് കിട്ടുന്ന വാഹനം. പലരും നോക്കി നിൽക്കുന്ന ഒരു കാര്യമാണ് 4 ലക്ഷം രൂപയ്ക്കും 5 ലക്ഷം രൂപയ്ക്ക് അകത്ത് കിട്ടുന്ന വാഹനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 ലക്ഷം രൂപയ്ക്കും 5 ലക്ഷം രൂപയ്ക്ക് അകത്ത് കിട്ടുന്ന വാഹനം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 വാഹനങ്ങളാണ് ആ ഒരു കാറ്റഗറിയിലുള്ളത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ഓൾട്ടോ K10 4,67,000 രൂപയ്ക്ക് ഓൺ റോഡ് പ്രൈസ് കിട്ടും. പക്ഷേ ഇതിലൊക്കെ കുറച്ചുകൂടി ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. 10,20,000 രൂപ കൂടെ കുറയും. കാരണം കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ അത്രയും റേഞ്ചും കൂടെ പിന്നെ കുറയുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എക്സ്ചേഞ്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെയും റേറ്റ് കുറയുന്നതായിരിക്കും. അടുത്ത് വരുന്നത് എക്സ്പ്രസോ ആണ്. 4,45,000 രൂപയ്ക്ക് ഓൺ റോഡ് പ്രൈസിൽ കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഏകദേശം അല്ല, ഞാനിപ്പോൾ കൃത്യം 38 വാഹനങ്ങളുടെ കണക്കാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു 10 ലക്ഷം രൂപയ്ക്ക് താഴെ കിട്ടുന്ന ഒരു 38 വാഹനങ്ങൾ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് വാഹനം ഏതാണ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന വാഹനം ഏതാണെന്ന് കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റും കൂടെ ഇട്ടേക്കാം. പിന്നെ ഒരു വാഹനം എടുക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം മാത്രം ആ വാഹനം എടുക്കുക. കുറേ കാര്യങ്ങൾ നോക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം വളരെ വ്യക്തമായിട്ട് നോക്കിയതിന് ശേഷം മാത്രം ഒരു വാഹനം സെലക്ട് ചെയ്യാവുള്ളൂ. എന്നാലും ഞാൻ ഈ ഒരു വീഡിയോ ചെയ്ത് വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്കൊരു ഡൗട്ട് ഉള്ളിൽ കാണും. ഏത് വാഹനം അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഈ ഒരു റേറ്റിനകത്ത് കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ച് ഇനി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റേറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു റേറ്റ് നിങ്ങളുടെ കൈ വെച്ച് നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കും. ഇത്ര രൂപയ്ക്ക് കിട്ടുമല്ലോ, എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ളത് നിങ്ങൾക്ക് ചോദിക്കാൻ സാധിക്കും. അപ്പോൾ ഇതാണ് എക്സാക്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ചെറിയ രീതിക്ക് കുറവേ വരത്തുള്ളൂ, കൂടുതൽ ഒരു കാരണവശാലും വരില്ല. ഞാനതൊരു മാക്സിമം ലെവലിൽ വെച്ചാണ് നിങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഓൺ റോഡ് പ്രൈസാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ എടുത്ത് പറയുകയാണ്, ഓൺ റോഡ് പ്രൈസാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഓരോ കൺസേൺ ആയിട്ടുള്ള ഓരോ സ്ഥലത്തെയും നമ്പേഴ്സ്, അതായത് കോൺടാക്ട് നമ്പേഴ്സും കൂടി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിലൊന്ന് വിളിച്ച് എൻക്വയറി നടത്താമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓരോ ഡീറ്റെയിൽസ് വല്ലതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, അതായത് ഈ വാഹനത്തിനെ കുറിച്ച് സ്പെസിഫൈ ചെയ്ത്, ഇപ്പോൾ മാരുതി വാഹനത്തിൻ്റെ ആണെങ്കിൽ മാരുതിയുടെ മാത്രം സെഗ്മെൻ്റ് ആയിട്ട് നമ്പർ കൊടുത്തേക്കാം. ഇനി ഹുണ്ടായുടെ ആണെങ്കിൽ അങ്ങനെ, ടൊയോട്ടയുടെ ആണെങ്കിൽ അങ്ങനെ ഓരോ നമ്പേഴ്സ് ഞാൻ സ്പെസിഫൈ ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ച് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും സംശയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇടുക. അടുത്ത ഏതെങ്കിലും നിങ്ങളൊരു സ്പെസിഫൈ ചെയ്തൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.